നമസ്കാരം. നവകേരള സദസ്സിനെതിരായ പ്രതിഷേധം തത്സമയം റിപ്പോർട്ട് ചെയ്തതിന് ഞങ്ങളുടെ റിപ്പോർട്ടർ വിനീത വിജിക്കെതിരെ വധശ്രമം അടക്കമുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തിരിക്കുന്നു. ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി 24-ന് ഇത് മാറുകയാണ്. 24 ഈ നടപടിയെ അപലപിക്കുന്നു. ഒപ്പം ഒറ്റക്കെട്ടായി നിയമപരമായി ഈ നടപടിയെ നേരിടുകയും ചെയ്യും. ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം അവർ കടുപ്പിക്കുന്നു. ഏറ്റവും ഒടുവിലായി പത്മശ്രീ അടക്കമുള്ള ബഹുമതികൾ തിരിച്ച് നൽകും എന്നുള്ള പ്രഖ്യാപനത്തിലേക്ക് പ്രശസ്ത താരം ബജ്രംഗ് പൂനിയ ചെന്നെത്തുകയും ചെയ്യുന്നു. ഇന്ന് സംഭവിച്ചു തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അത് ഞങ്ങളുടെ റിപ്പോർട്ടർക്കെതിരെ തത്സമയം പ്രതിഷേധം റിപ്പോർട്ട് ചെയ്തതിന് വധശ്രമം അടക്കമുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തി ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ആ വാർത്തയിലേക്കാണ് ആദ്യം. വിഷയെടുത്തോ നവകേരള സദസ്സിലെ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്തതിന് 24 റിപ്പോർട്ടർക്കെതിരെ കേസെടുത്ത് പോലീസ്. പ്രതിപക്ഷ യുവജന വിഭാഗത്തിന്റെ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്തതിനാണ് റിപ്പോർട്ടർ വിനീത വിജിക്കെതിരെ കേസെടുത്തത്. കുറുപ്പംപടി പോലീസാണ് 5-ാം പ്രതിയാക്കി കേസെടുത്തത്. പ്രതിഷേധം നടക്കുമ്പോൾ സംഭവസ്ഥലത്തുണ്ടായിരുന്നു എന്നാണ് വിചിത്രവാദം. ശ്രീകാന്ത് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ്. ഈ സംഭവം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു. തത്സമയം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകയോട് സംഭവം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു എന്ന വിചിത്രവാദം ഉയർത്തിക്കൊണ്ട് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നു. തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ഈ കേസെടുക്കലിലേക്ക് കടക്കുന്നത് പോലീസ്. അതായത് ആദ്യം 2 നോട്ടീസ് അയക്കുന്നു. വിനീതയ്ക്കും എനിക്കും ചേർത്ത് 2 നോട്ടീസ്, ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നുള്ളത്. അതിന് മറുപടി നൽകിയത് ഔദ്യോഗിക കാര്യങ്ങളുണ്ട്. ഇത്ര ഷോർട്ട് നോട്ടീസ് തന്നാൽ ഹാജരാകാൻ സാധിക്കില്ല, ഹാജരാകാം മറ്റൊരു ദിവസം എന്നറിയിക്കുകയും ചെയ്തു. പക്ഷേ അവരുദ്ദേശിച്ചിരുന്നത് കേസെടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്ന് 2:30 റിപ്പോർട്ട് കോടതി മുമ്പാകെ സമർപ്പിച്ചു. 120B ചാർജ് ചെയ്തിരിക്കുന്നു. സ്വാഭാവികമായും മറ്റ് പ്രതികൾക്കൊപ്പം 5-ാം പ്രതിയാക്കി കേസെടുക്കുമ്പോൾ 120B ചാർജ് ചെയ്യുമ്പോൾ ആ പ്രതികൾക്കെതിരെ ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ടോ ആ വകുപ്പുകളെല്ലാം തന്നെ വിനീത വിജിക്കെതിരെയും അട്രാക്ട് ചെയ്യപ്പെടും. അതായത് 308, 353 അടക്കമുള്ള വകുപ്പുകൾ കൂടി വിനീത വിജിക്കെതിരെ വരികയും ചെയ്യും. കാരണം എന്തെന്ന് ചോദിക്കുമ്പോൾ ഒരേ ഒരു കാരണമേ പറയാനുള്ളൂ പോലീസിന്. ഈ സമരം നടന്ന സ്ഥലത്ത് വിനീത വിജിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കേരള പോലീസ് കുറുപ്പംപടി CI പറയുന്നത്. സ്വാഭാവികമായും മാധ്യമപ്രവർത്തക എന്ന നിലയിൽ ശ്രീകാന്ത് തുടരുക. ഞാൻ ശ്രീകാന്തിലേക്ക് ഉടൻ തന്നെ തിരികെ എത്താം. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങളുടെ പ്രതിനിധി AV ജയശങ്കറിനൊപ്പമുണ്ട്. രാഹുൽ നേരത്തെ നമ്മളോട് പ്രതികരിച്ചിരുന്നു, ഇപ്പോൾ തത്സമയം ചേരുന്നുണ്ട്. ജയശങ്കർ, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമ്മുടെ റിപ്പോർട്ടർ വിനീത വിജിക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഒരു യുവജന സംഘടനയുടെ മാർച്ച് റിപ്പോർട്ട് ചെയ്തതിനാണ് ഒരു മാധ്യമപ്രവർത്തകയ്ക്കെതിരെ ഇത്രയും ഗുരുതര വകുപ്പുകൾ ചുമത്തിയുള്ള കേസ് വരുന്നത്. ഇതിനെങ്ങനെയാണ് കാണുന്നത്? ഇത് കേരളത്തിലെ ഇന്നത്തെ ഒരു മാധ്യമപ്രവർത്തനം അത്രയും പ്രതിസന്ധി നേരിടുന്നൊരു ഘട്ടമാണ്. നവകേരള സദസ്സിൻ്റെ നേട്ടങ്ങളുടെ പട്ടികയിൽ ഇതുകൂടി പിണറായി വിജയൻ എല്ലാ പ്രതിദിന തള്ളിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ തള്ളണം. മാധ്യമപ്രവർത്തകർക്കെതിരായിട്ട്, മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരായിട്ട് കേസെടുത്തു എന്നുള്ള കാര്യം കൂടി പരാമർശിക്കുന്നത് നന്നായിരിക്കും. ശ്രീ ജയശങ്കറിനെ പോലുള്ള മാധ്യമപ്രവർത്തകനോട് എനിക്കുള്ള ഒരു സജഷൻ, നാളെ എന്തായാലും മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. താങ്കൾക്ക് കഴിയുമെങ്കിൽ നവകേരള സദസ്സിൽ പോയിട്ട് ഇതൊരു പരാതി കൊടുക്കുവാൻ കഴിയുമെങ്കിൽ അങ്ങനെയെങ്കിലും, ഇപ്പോൾ പുള്ളി വേറെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യം കാണുന്നില്ലെന്നാണ് പറയുന്നത്. പുള്ളിയുടെ വണ്ടിയുടെ മുന്നിലൂടെ ആരെങ്കിലും ആക്രമിക്കപ്പെട്ടാൽ പുള്ളിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ ഇറങ്ങി യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിയാൽ ഇതൊന്നും കാണാൻ കഴിയുന്നില്ല. പുള്ളിക്ക് എന്തെങ്കിലും കാണണമെങ്കിൽ നവകേരള സദസ്സിലൂടെ പരാതി കൊടുക്കണം. അപ്പോൾ ഈ വിഷയവും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നവകേരള സദസ്സിൽ ഉന്നയിക്കണം. നവകേരള സദസ്സിൻ്റെ ബാക്കി പത്രമാണോ മാധ്യമ സ്വാതന്ത്ര്യം പൂർണ്ണമായി ഹനിക്കപ്പെടുന്ന സാഹചര്യം? ഞാൻ നേരത്തെ നിങ്ങളുടെ ഓൺലൈൻ പ്രതികരണത്തിൽ ഞാൻ സൂചിപ്പിച്ചു, അന്റാർട്ടിക്കയിൽ ഏതെങ്കിലും പെൻഗ്വിൻ ഒരു മാധ്യമപ്രവർത്തകനെ കൊത്തി എന്ന് പറഞ്ഞിട്ട് ഉടനെ വന്നിട്ട് പറയും പെൻഗ്വിൻ കുത്തി അന്റാർട്ടിക്കയിൽ, അതുകൊണ്ട് മാധ്യമ സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഒരു മേശയും 4 കസേരയും പിടിച്ചിട്ട് മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വലിയ സെമിനാർ സംഘടിപ്പിക്കാം എന്നൊന്നും പറഞ്ഞ് ദയവ് ചെയ്ത് ഇനി CPMൻ്റെ നേതാക്കന്മാർ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങരുത്. ഇത്രയും അപഹാസ്യരായിട്ടുള്ള നാണമില്ലാത്ത ഏർപ്പാടുകളല്ലേ നടക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥിരമായി മനോനിലയെപ്പറ്റി സംസാരിക്കാറുണ്ട്.
എനിക്ക് അദ്ദേഹത്തോട് നിർദ്ദേശിക്കാനായിട്ടുള്ളത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത ആളുകളോട് സൂചിപ്പിക്കാനായിട്ടുള്ള അടിയന്തരമായി നവകേരള സദസ്സ് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനോനില ഏതെങ്കിലും കൊള്ളാവുന്ന ആശുപത്രിയിൽ പോയി കൊള്ളാവുന്ന ഡോക്ടറെ കണ്ട് കൊള്ളാവുന്ന പരിശോധന നടത്തുന്നത് നന്നായിരിക്കും. കാരണം ഒരു ഏകാധിപതിയുടെ മനോനിലയിലേക്ക് അദ്ദേഹം പൂർണ്ണമായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം തെരുവുകുണ്ടയുടെ മനോനിലയിലായിരുന്നുവെങ്കിൽ ഇന്നലെ തൊട്ട് അദ്ദേഹം ഒരു ഏകാധിപതിയായി മാറിയിരിക്കുകയാണ്. എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? മാധ്യമപ്രവർത്തകർ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇക്കണക്കിന് ഇന്നലെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പ്രതിപക്ഷ നേതാവിന് കാണുന്നില്ലേ? നിങ്ങൾ കണക്ട് ചെയ്യണം. മാധ്യമപ്രവർത്തകർക്കെതിരായിട്ട് മാത്രം വരുമ്പോഴല്ല നിങ്ങൾ ഇവരുടെ ഈ സർക്കാരിനെ ചോദ്യം ചെയ്യേണ്ടത്. കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിൽ മുന്നിൽ നടന്ന സമരങ്ങൾ, ആ സമരങ്ങൾ ലൈവായി റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകരിൽ ഒരാളാണല്ലോ ജയശങ്കർ. എവിടെയെങ്കിലും പ്രതിപക്ഷ നേതാവ് ആ സീനിനകത്ത് എവിടെയെങ്കിലും ആ തരത്തിൽ അക്രമം നടത്തുന്നതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? പ്രതിപക്ഷ നേതാവിനെ ഒന്നാം പ്രതി, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ ഒന്നാം പ്രതിയായിട്ട് ചിത്രീകരിക്കുകയാണ് ഈ സംസ്ഥാന സർക്കാർ. PDPP ഇടുകയാണ് പ്രതിപക്ഷ നേതാവിനെതിരായിട്ട്. ഇങ്ങനെ കേൾവിയുണ്ടോ? MLA മാരെ തല്ലുന്നത് കേൾവിയുണ്ടോ? നവകേരള സദസ്സിൻ്റെ ബാക്കിയാണ് ഇതെല്ലാം. അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായി ഈ സർക്കാരിന് മനോനില പരിശോധിച്ച് കഴിയുമെങ്കിൽ ഈ സർക്കാരിനെ ചങ്ങലക്കിടാൻ ശുപാർശ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ശരി. നല്ലത്. അതാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രതികരണം. ഞങ്ങളുടെ പ്രതിനിധി ശ്രീകാന്തിലേക്ക് ഒരിക്കൽ കൂടി. ശ്രീകാന്ത്, ഇത് കേട്ടുകേൾവിയില്ലാത്ത നടപടിയാണ്, വിചിത്രമായ നടപടിയാണ്. ഈ കേസ് എങ്ങനെ നിലനിൽക്കുമെന്നൊക്കെയുള്ള വലിയ സംശയം ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നുണ്ട്. അനുജ, ഈ കേസിനെ പോലീസ് കാണുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന്, നിയമപരമായി പരമാവധി ഉപദ്രവിക്കുക എന്നുള്ള ഒരു ശൈലി. ഇപ്പോൾ 120B ചാർജ് ചെയ്യപ്പെട്ട സ്ഥിതിക്ക്, വിനീതയ്ക്കെതിരെ ചുമത്തി കേസെടുത്ത സ്ഥിതിക്ക് മറ്റ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ള എല്ലാ വകുപ്പുകളും 308, 353 അടക്കമുള്ള എല്ലാ വകുപ്പുകളും വരും. കാരണം ഇത് ഗൂഢാലോചനയാണ്. സ്വാഭാവികമായും മറ്റ് പ്രതികൾ ഈ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ നടപ്പാക്കിയ കുറ്റകൃത്യം എന്താണോ അതിനെതിരെ ചുമത്തിയ വകുപ്പുകൾ എന്തൊക്കെയാണോ അതൊക്കെ തന്നെ വിനീത വിജിക്കെതിരെയും ചുമത്തുന്ന നടപടി ഉണ്ടാകും. കേട്ടുകേൾവിയില്ലാത്തത് എന്ന് നിസ്സംശയം പറയാവുന്ന കാര്യം. കാരണം ആ സ്ഥലത്ത് നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. തിരികെ പോലീസിനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇതാണ്. ഒരു വീഡിയോ ജേർണലിസ്റ്റ് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന് ആ സംഭവം നടക്കുന്ന സ്ഥലത്തെത്തിയല്ലാതെ മറ്റേത് രീതിയിലാണ് വേണ്ടത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേത്, കുറുപ്പംപടി CIയുടെ അനുമതിയില്ലാതെ ഈ ഓടക്കാലി എന്ന സ്ഥലത്തെത്താനും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനും മാധ്യമപ്രവർത്തകർക്ക് കേരളത്തിൽ അനുവാദമില്ലേ എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത്, നിങ്ങൾ നേരിടാൻ പോകുന്നത് വലിയ തിരിച്ചടിയായിരിക്കും എന്നുള്ളതാണ്. കാരണം ഈ കേസിൽ പ്രതികളാക്കപ്പെട്ട ആളുകൾ, അവരെ അന്ന് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ പോലും കോടതി രൂക്ഷ വിമർശനം പോലീസിനും ഈ സർക്കാർ അഭിഭാഷകനുമെതിരെ ഉന്നയിച്ചതാണ്. ഈ വധശ്രമമൊക്കെ എങ്ങനെ നിലനിൽക്കും എന്ന് കോടതി ഒരു ചോദ്യം ഉന്നയിച്ചതാണ്. അന്ന് അവിടെ നിന്നും മറുപടിയില്ലാതെ ഇറങ്ങി തലകുമ്പിട്ട് പോകേണ്ടി വന്നവരാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥനും ഈ സർക്കാർ അഭിഭാഷകനും എന്നുള്ളത് ഓർക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഈ ചാർജ് ചെയ്തിരിക്കുന്ന കേസുകൾ നിയമപരമായി നേരിടുമെന്ന് 24 ചീഫ് എഡിറ്റർ അടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ നിലവിൽ എന്തായാലും ഈ ചോദ്യം ചെയ്യലിന് നോട്ടീസ് അയക്കുന്നു. തൊട്ടടുത്ത ദിവസം 2:30-ക്ക് റിപ്പോർട്ടായി കോടതിയുടെ മുന്നിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു. ഇനി 2-3 ദിവസം ക്രിസ്മസ് അവധിയാണ്, കോടതി ചേരില്ല. അത്തരം എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടാണ് പോലീസിന്റെ ഈ നീക്കം എന്നുള്ളത് അവർ ആലോചിച്ചുറപ്പിച്ച് കരുതിക്കൂട്ടി ചെയ്തതാണ് എന്ന് വ്യക്തം. ഒരു കാര്യം അടിവരയിട്ട് പറയാം. അല്പസമയം മുമ്പ് DYFIയുടെ ഒരു നേതാവ്, ഒരു 10 മിനിറ്റായി കാണും, ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ പറയുന്നത്, ഈ വിനീത VG എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തക ഈ കോൺഗ്രസിന്റെ നേതാക്കളുമായി ഏതാണ്ട് 20-നടുത്ത തവണ ഫോൺ വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്റെ പേരിൽ കേസെടുത്തു എന്നുള്ളതാണ്. ഒരു കാര്യം ആലോചിക്കേണ്ടത്, പല ആളുകളുമായി മാധ്യമ പ്രവർത്തകരെന്ന നിലയിൽ 20 അല്ല 200 തവണ ബന്ധപ്പെടേണ്ടി വരും, സംസാരിക്കേണ്ടി വരും. പുറത്തു പറയാൻ സാധിക്കാത്ത പല കാര്യങ്ങളും അവർ നമ്മളെ അറിയിച്ചെന്നിരിക്കും. പ്രതിഷേധം ഏതെന്ന് പറഞ്ഞെന്നിരിക്കും. ആ പ്രതിഷേധം നമ്മൾ കവർ ചെയ്തെന്നിരിക്കും. അവരേത് തരത്തിൽ പ്രതിഷേധിക്കാൻ പോകുന്നു എന്ന് പോലും നമ്മളോട് മുൻകൂർ പറയാറുമില്ല. അത് കൃത്യമായി അവിടെ എത്തി റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാധ്യമപ്രവർത്തകരുടെ ജോലിയാണ്. അതാണ് വിനീത VG നിർവഹിച്ചത്. അതിൻ്റെ പേരിലാണ് കേസെടുത്തിരിക്കുന്നത്. നിലനിൽക്കില്ല. അതിനെതിരെ ശക്തമായി തന്നെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് 24 സ്റ്റാൻഡ് വ്യക്തമാക്കിയിട്ടുമുണ്ട്. തന്റെ ജോലി ചെയ്തതിനാണ് ഇപ്പോൾ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി വിനീത VGക്കെതിരെ കേസെടുത്തിരിക്കുന്ന ഈ നടപടിയിൽ വ്യാപക പ്രതിഷേധം ഉയരുകയാണ്. നമ്മൾ ആ വാർത്തയിലേക്കാകും എത്തുക ചെറിയൊരു ഇടവേള എടുത്തതിനു ശേഷം. തിരികെ ഇന്ന് സംഭവിച്ചതിലേക്ക്. നവകേരള സദസ്സിനെതിരായ പ്രതിപക്ഷ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത 24 റിപ്പോർട്ടർ വിനീത VGക്കെതിരായ നടപടിയിൽ പ്രതിഷേധം അറിയിച്ച് 24 കേസ് കോടതിയിൽ നേരിടുമെന്ന് ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ അറിയിച്ചു. പോലീസിന്റെ നീക്കം അപഹാസ്യമാണ്. പോലീസിനെ നിലയ്ക്ക് നിർത്താൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാകണം. മാധ്യമ സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തരുതെന്നും ഭയപ്പെടുത്തി നിശബ്ദരാക്കാനാകില്ലെന്നും R. ശ്രീകണ്ഠൻ നായർ പറഞ്ഞു.
ഇത്തരം പോലീസ് സേന, കേരളത്തിലെ പുഴുക്കുത്തേൽക്കുന്ന ഇത്തരം പോലീസ് സേനയിലുള്ള ആളുകളെ ഒറ്റപ്പെടുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകണം. മാത്രവുമല്ല, ഈ 120B ഇട്ട് ഞങ്ങളുടെ മാധ്യമപ്രവർത്തകരെ വളരെ അപഹസിക്കാനും അപലപിക്കാനും അവരുടെ മുഖത്ത് കരിവാരി തേക്കാനും ശ്രമിച്ച ഈ പോലീസ് ഓഫീസർ ആരായാലും അയാൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് മാത്രമല്ല, ഞങ്ങൾ അയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും. കാരണം ഞങ്ങൾ കോടതിക്ക് പോയിക്കോളാം. ഞങ്ങൾക്ക് പോലീസ് സേനയുടെ സഹായം ഇക്കാര്യത്തിൽ ആവശ്യമില്ല. വാർത്ത റിപ്പോർട്ട് ചെയ്തതിനെതിരെ മാധ്യമപ്രവർത്തകയ്ക്കെതിരെ കേസെടുത്ത നടപടി അപലപനീയമെന്ന് KUWJ. കേസ് മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമെന്നും KUWJ സംസ്ഥാന സെക്രട്ടറി R. കിരൺ ബാബു പറഞ്ഞു. ഇത് കൃത്യമായും തന്നെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. മാധ്യമ പ്രവർത്തകർ സാധാരണഗതിയിൽ നാട്ടിൽ നടക്കുന്ന അക്രമ സംഭവങ്ങളും ഇത്തരം സംഭവങ്ങളും എല്ലാം റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പലപ്പോഴും മാധ്യമങ്ങൾ ഇത്തരം സംഭവങ്ങൾ അറിയുകയും നേരത്തെ അറിയുകയും ഒക്കെ ചെയ്യാറുണ്ട്. സാധാരണമാണ്. മുമ്പ് കാലങ്ങളിലെല്ലാം തന്നെ ഇത്തരം കരിങ്കൊടി പ്രതിഷേധങ്ങളൊക്കെ ഉള്ളപ്പോൾ മാധ്യമങ്ങളെ പലപ്പോഴും അവർ തന്നെ അറിയിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും വിഷ്വൽ എടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിനെ ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചനയാണ് എന്നത് കരുതാനാവില്ല. അത് ഒരിക്കലും ഗൂഢാലോചനയല്ല. നേരത്തെ തന്നെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാധ്യമങ്ങളുടെ കടമയാണ്. അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ പേരിൽ അതിന് ഗൂഢാലോചനയിൽ പങ്കാളിയാണ് അല്ലെങ്കിൽ ആ ഒരു കുറ്റകൃത്യത്തിൽ പങ്കാളിയാണ് എന്ന് പറയുന്നത് നഗ്നമായ രീതിയിൽ തന്നെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള ലംഘനമാണ്. ഇതിൽ കേരള പത്രപ്രവർത്തക യൂണിയൻ ശക്തമായി തന്നെ പ്രതിഷേധിക്കുന്നു. ജോലി ചെയ്തതിന്റെ പേരിൽ കേസെടുത്തത് അംഗീകരിക്കാനാകില്ലെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാമും പ്രതികരിച്ചു. ഈ കേരള ഭരണത്തിന്റെ ഒരു നേർരൂപമാണ് ഇത് കാണിക്കുന്നത്. ഈ രാജ്യത്ത് എന്തും നടത്താം എന്നുള്ള ധാർഷ്ട്യവും ധിക്കാരവും കൊണ്ട് ഭരണം നടത്തുന്ന ആളുകളുടെ പ്രതിരൂപമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തം പാർട്ടിക്കാര് കൊലപാതകം നടത്തിയാൽ പോലും രക്ഷപ്പെട്ടു പോരുക, മറ്റുള്ളവർ ദൃക്സാക്ഷികളായാൽ പോലും അവരെ പ്രതികളാക്കുക, ജനങ്ങൾക്ക് അറിയേണ്ടത് അവരെ അറിയിക്കാൻ ബാധ്യസ്ഥരായ മാധ്യമ പ്രവർത്തകർ ആ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ ഭരണഘടനാപരമായ മനുഷ്യത്വപരമായ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ അതിനെതിരെ കേസെടുക്കുക. സംസ്ഥാനത്ത് രാജഭരണമാണ് നടക്കുന്നതെന്ന് RSP നേതാവ് NK പ്രേമചന്ദ്രൻ പ്രതികരിച്ചു. പ്രത്യേകിച്ചും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന വാഹനത്തിന് നേരെ ഷൂ എറിഞ്ഞ ഒരു സംഭവവും കരിങ്കൊടി കാണിച്ച സംഭവം റിപ്പോർട്ട് ചെയ്തു എന്നതിൻ്റെ പേരിൽ കൊലപാതക ശ്രമത്തുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാധ്യമ പ്രവർത്തകയ്ക്കെതിരായി 24 ന്യൂസിൻ്റെ എറണാകുളം റിപ്പോർട്ടർ കൂടിയായിട്ടുള്ള വിനീതയ്ക്കെതിരായിട്ടുള്ള കേസ് ജനാധിപത്യത്തോടുള്ള ഏറ്റവും കനത്ത അവഹേളനമാണ്. മാധ്യമ സ്വാതന്ത്ര്യമാണ് ജനാധിപത്യ സംരക്ഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂലക്കല്ല് എന്ന് നിരന്തരം പറയുകയും മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രസംഗിക്കുകയും പോരാടുകയും ചെയ്യുന്ന ഒരു പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ് ഒരു സംഭവം, ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ കൊലപാതക ശ്രമവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനാ കേസിൽ 24 ന്യൂസിൻ്റെ എറണാകുളം റിപ്പോർട്ടർ കൂടിയായിട്ടുള്ള വിനീതയ്ക്കെതിരായി ഗൂഢാലോചനാ കുറ്റം ചുമത്തി കേസെടുത്തിട്ടുള്ളത്. പോലീസ് നടപടി ജനാധിപത്യ വിരുദ്ധമെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ CL തോമസും പ്രതികരിച്ചു. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിഷേധമായാലും അത് ഏത് തരത്തിലുള്ള പ്രതിഷേധമായാലും അത് ഒരു മാധ്യമ പ്രവർത്തകനോ അവരെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ജോലിയുടെ ഭാഗമാണ്. ജോലിയുടെ ഭാഗമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനെതിരെ പോലീസ് കേസ് എടുക്കുന്ന നടപടി അതൊരു ജനാധിപത്യ സംവിധാനത്തിൽ എന്തായാലും നിരക്കുന്നതല്ല. ഇത് വളരെ വിചിത്രമായ ഒരു വാദമാണ്. ജോലി ചെയ്യാൻ അനുവദിക്കില്ല എന്ന് മാത്രമല്ല, ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള ശുദ്ധമായ നഗ്നമായ കടന്നുകയറ്റമാണ്. ഇന്ന് സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റായി ബ്രിജ് ഭൂഷൺ സിംഗിന്റെ അനുയായി സഞ്ജയ് സിംഗിനെ തെരഞ്ഞെടുത്തതിൽ പ്രതിഷേധം കടുപ്പിച്ച് കായിക താരങ്ങൾ. ഗുസ്തി താരം ബജ്രംഗ് പൂനിയ പത്മശ്രീ തിരികെ നൽകി. സാമൂഹിക മാധ്യമം വഴിയാണ് ബജ്രംഗ് പൂനിയ ഇക്കാര്യം അറിയിച്ചത്. അതേസമയം തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ ബജ്രംഗ് പൂനിയയോട് ആവശ്യപ്പെടുമെന്ന് കായിക മന്ത്രാലയം അറിയിച്ചു. R. അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, പ്രതിഷേധം കടുപ്പിക്കുകയാണ് താരങ്ങൾ. ഇന്നിപ്പോൾ പത്മശ്രീ തിരികെ നൽകുന്ന നടപടിയിലേക്ക് പോകുന്നു. അപ്പോഴും കായിക മന്ത്രാലയം ആ കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. പക്ഷേ സാക്ഷി മാലിക് ഇന്നലെ കരിയർ അവസാനിപ്പിക്കുമെന്ന് പറയുന്നു. ഇതിന് പിന്നിലുള്ള വിഷയം എന്ത് എന്നതും മന്ത്രാലയത്തിന് പൂർണ്ണ ബോധ്യമുണ്ട്. ആ വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും പ്രതികരണമുണ്ടോ?
അനുജ, വിഷയങ്ങളിലൊന്നും തന്നെ ഇതുവരെയും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള പ്രതികരണവും ഉണ്ടായിട്ടില്ല. കാരണം ഇന്നലെ ഈ സാക്ഷി മാലിക്കിന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള വിരമിക്കൽ പ്രഖ്യാപനം, അതിൽ ഇപ്പോഴും കേന്ദ്രത്തിനെതിരെയുള്ള രൂക്ഷ വിമർശനങ്ങൾ പല ദിക്കിൽ നിന്നും ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് ബജ്രംഗ് പുനിയ പത്മശ്രീ തിരിച്ചു നൽകുന്നതായി സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിക്കുകയും തുടർന്ന് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലെത്തി ഈ പത്മശ്രീ അവിടെ വയ്ക്കുകയും ചെയ്തത്. വീട്ടിന് മുന്നിൽ വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് അവിടെ നിന്ന് പോലീസ് ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് ഉണ്ടായത്. കർത്തവ്യപഥത്തിലായിരുന്നു ഇത്തരം നീക്കങ്ങൾ നടന്നത്. എന്തായാലും അദ്ദേഹം പറഞ്ഞത് ജീവിതകാലം മൊത്തം ഈ ബഹുമതി വേദനിപ്പിക്കും എന്നുള്ള ഒരു മറുപടിയാണ്, പ്രതികരണമാണ് ബജ്രംഗ് പുനിയ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പ്രതികരിച്ചിട്ടുള്ളത്. അതേസമയം കായിക മന്ത്രാലയം ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. കായിക മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് ഇതിൽ നിന്നും, ഈ തീരുമാനത്തിൽ നിന്നും പിന്മാറാൻ ബജ്രംഗ് പുനിയയോട് ആവശ്യപ്പെടുമെന്നുള്ളതാണ് കായിക മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ആ തീരുമാനവുമായി ഇപ്പോൾ പ്രതിഷേധം കടുപ്പിക്കുകയാണ് താരങ്ങൾ. മറ്റൊരു വാർത്തയിലേക്ക്. ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് തകർത്ത കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഡിവൈഎഫ്ഐ പ്രവർത്തകനെ സിപിഐഎം പ്രവർത്തകർ മോചിപ്പിച്ചു. നിധിൻ പുല്ലനെയാണ് സിപിഐഎം പ്രവർത്തകർ ബലം പ്രയോഗിച്ച് മോചിപ്പിച്ചത്. സൂരജ് സജി വിവരങ്ങളുമായി. സൂരജ്, എന്താണ് സംഭവിച്ചത്? അനുജ, ഈ ചാലക്കുടി ITIയിൽ ഇന്ന് തെരഞ്ഞെടുപ്പായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയാഹ്ലാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് SFI DYFI പ്രവർത്തകർ ഈ ആഹ്ലാദം നടത്തി തിരിച്ചു വരുന്ന വഴി ഈ പോലീസുകാരുമായി ചില തർക്കമുണ്ടാവുകയും ഈ തർക്കത്തെ തുടർന്ന് പോലീസ് ജീപ്പ് അടിച്ചു തകർക്കുകയുമായിരുന്നു. DYFI ബ്ലോക്ക് സെക്രട്ടറി ആയിട്ടുള്ള നിതിന്റെ നേതൃത്വത്തിലാണ് ഈ പോലീസ് ജീപ്പിന്റെ ചില്ല് തകർത്തത്. തൊട്ടു പിന്നാലെ പോലീസ് നിതിനെ കസ്റ്റഡിയിൽ എടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഈ കൂടുതൽ CPM പ്രവർത്തകരും DYFI പ്രവർത്തകരും അവിടെ എത്തുകയും പോലീസിന്റെ കയ്യിൽ നിന്ന് നിതിനെ മോചിപ്പിച്ച് ഓട്ടോയിൽ കയറ്റിവിട്ടത്. എന്തായാലും ഈ പൊതു മുതൽ നശിപ്പിച്ചതടക്കമുള്ള കേസുകൾ ചുമത്തി ഇതിനെതിരെ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അനുജ, സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. ഇനി പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടിയുമായി R. ശ്രീകണ്ഠൻ നായർ. നമസ്കാരം.